രജനികാന്ത് തൻ്റെ കരിയറിൻ്റെ അവസാന കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ തമിഴ് സിനിമയ്ക്ക് ഒരു 1000 കോടി എന്ന സ്വപ്ന സംഖ്യയിലോട്ട് എത്തിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുന്നുണ്ട്, എല്ലാ ഡയറക്ടേഴ്സും. ജയിലറിൽ ക്യാമിയോ അപ്പിയറൻസിൽ വന്ന താരങ്ങളുടെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ കൂലിയിൽ അത്തരത്തിൽ അനാവശ്യമായിട്ട് ബാക്കി ഇൻഡസ്ട്രിയിലെ സ്റ്റാർസിനെ കുത്തി നിറയ്ക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. അത് ഭയങ്കരമായിട്ട് പാളിപ്പെന്ന് തന്നെ പറയാം. അമീർ ഖാൻ ആയാലും ഉപേന്ദ്ര ആയാലും സിനിമയിൽ ഒരു ആവശ്യമില്ലായിരുന്നു, ഒരു ഇമ്പാക്റ്റും ഇല്ലാതെയാണ് രണ്ടുപേരും പോയത്. ഉപേന്ദ്രയുടെ ഇൻട്രോയും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു, പക്ഷെ ആ ഒരു ക്യാരക്ടർ അവിടെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ക്യാരക്ടറിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാനുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അമീർ ഖാൻ്റെ കേസ് കൊണ്ട് സിനിമ കണ്ടവർക്ക് അറിയത്തണം കോമഡി ആയിരുന്നു ആ സംഭവം എന്നുള്ളത്. ഒരു പക്ഷേ നോർത്തിലെ സിനിമ മാർക്കറ്റ് ചെയ്യാനായിട്ട് അവർ ചൂസ് ചെയ്തൊരു വേ ആയിരിക്കും അത്, പക്ഷേ അത് ഒട്ടും ആപ്റ്റ് അല്ലായിരുന്നു ഈ സിനിമയ്ക്ക്. കാരണം ഈ സിനിമയിൽ ആ ഒരു റോളിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ആ ഒരു റോളിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അമീർ ഖാൻ എങ്ങനെയാണ് ഈ സിനിമ അക്സെപ്റ്റ് ചെയ്തത് എന്നുള്ളത് ഇപ്പോഴൊരു അത്ഭുതമാണ്. ഭയങ്കരമായിട്ടുള്ള മോശം കാസ്റ്റിങ്ങുകളും അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാസ്റ്റിങ്ങുകൾ ഈ സിനിമയിലുണ്ടായിരുന്നു. ലോകേഷിന്റെ മറ്റൊരു ചിത്രത്തിൽ ഇത്തരത്തിലുള്ള മോശം കാസ്റ്റിങ്ങുകൾ വന്നിട്ടില്ല. ഈവൻ ലിയോയിൽ പോലും സഞ്ജയ് ദത്തായാലും അർജുനായാലും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലെങ്കിൽ പോലും ആ ഒരു ക്യാരക്ടർ ആ സിനിമയിൽ വേണമായിരുന്നു. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഇല്ലെങ്കിലും സിനിമയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല. നാഗാർജുനയുടെ ആയാലും ശ്രുതിഹാസൻ്റെ ആയാലും സൗബിൻ്റെ ആയാലും ക്യാരക്ടേഴ്സ് നന്നായിരുന്നെങ്കിൽ പോലും സൗബിൻ്റെ ക്യാരക്ടർ വെച്ച് ബാക്കി 2 ക്യാരക്ടേഴ്സിനും വലിയൊരു ക്യാരക്ടർ ഡിസൈൻ അല്പം മോശമായിരുന്നു തന്നെ പറയാം. ശ്രുതിഹാസൻ കഴിവിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കുറച്ചൊരു ബെറ്റർ ആയിട്ടുള്ള ഏതെങ്കിലും ആർട്ടിസ്റ്റാണെങ്കിൽ കുറച്ചൊരു നല്ലൊരു ഇമ്പാക്റ്റ് കിട്ടിയാനെ.